എനിക്ക് മനസ്സിലായത് എന്താ കാര്യം. എന്ത് കാര്യം? തൊണ്ടവേദന എന്താന്ന്. തൊണ്ടവേദന എന്താന്ന് മനസ്സിലായില്ല. തണുപ്പല്ലേ, പോയി ആ വിക്സ് എടുത്ത് വരട്ടെ. അതൊന്നുമല്ല ഏട്ടാ, ഇത് കണ്ണ് കിട്ടിയതാണ്. കണ്ണ് കിട്ടിയതാ? ഇത് ഉറപ്പാണ് കണ്ണ് കിട്ടിയത്. എവിടെ കണ്ണ് കിട്ടിയ നിനക്ക്? എന്നാ ക്രിസ്മസിന് പാടിയില്ലേ, ഇപ്പൊ ഒരാഴ്ചയില്ലേ? ക്രിസ്മസിന് പാട്ട് പാടിയതിനു ശേഷം തുടങ്ങിയതാ എനിക്ക് തൊണ്ടവേദന. കണ്ണ് കിട്ടിയത് തന്നെ എനിക്ക് പാട്ട് പാടിയിട്ട് നിന്നെ കണ്ണ് കിട്ടിയതല്ല, കണ്ണ് പറിച്ചെടുക്കാൻ ഞാൻ ഭാഗ്യം. എടി ശരിക്കും പറഞ്ഞതാ സ്മിത, നീ ആ വിക്സ് എടുത്ത് വരട്ട്. വെറുതെ പോടത്തരം പറയാൻ വേണ്ടി കിടക്കണ. കണ്ണ് കിട്ടിയത് നീ കാനഡ വന്ന് കിടന്നിട്ട് വേറെ ആരോടും പറയല്ല കേട്ടാ. മനുഷ്യന് കണക്കാണ്. കണ്ണ് കിട്ടിയാണ്. അല്ല ഏട്ടാ, ഇത് കണ്ണ് കിട്ടിയത് തന്നെയാണ്. ചേട്ടക്കും ഇല്ലേ തൊണ്ടവേദന? എനിക്ക് തൊണ്ടവേദന ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പിള്ളേർക്കും ഇല്ലേ. എടി തണുപ്പിന്റെ ആണെന്ന്. അല്ല ഏട്ടാ, ചേട്ടനല്ല അന്ന് അവതരിപ്പിച്ചത് പരിപാടിയില്. അതിന് അതിന്റെ തന്നെയാണ്. നമ്മ രണ്ടുപേർക്കും എങ്ങനെ ഒരേപോലെ തൊണ്ടവേദന വന്നു. അത് തന്നെ കാര്യം. നമുക്കൊന്ന് ഒഴിഞ്ഞാൽ മാറും ചേട്ടാ. ഇതൊന്നും ഒഴിയാ നമുക്ക്. എടി ഒഴിയാനായിട്ട് നമ്മക്ക് ഇത് നമ്മ സത്യക്രിസ്ത്യാനികളല്ലേ ഇത്? അങ്ങനെയൊന്നും ഇല്ല. ഇത് ക്രിസ്ത്യാനിന്നോ അങ്ങനെയൊന്നും ഇല്ല. കണ്ണിട്ടല്ല എല്ലായിടത്തും ഉണ്ട്. ഒഴിഞ്ഞാലേ മാറുള്ളൂ. എന്നാ നീ പോയി ഒഴി. മനുഷ്യന് സ്വയം ചെല്ലിപ്പോ. മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. തൊണ്ടവേദന മാറണടി. ഞാൻ എന്നാ ചേട്ടനോട് മര്യാദക്ക് പറഞ്ഞാണോ ഒഴിയാനൊന്നും? അട്ട് ഒഴിഞ്ഞാതെ ഇല്ലല്ല. എന്നെ കണ്ടില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ ഇച്ച ശബ്ദം മാറ്റുള്ളൂ, അത് മാറിക്കോളൂ. നീ അന്ധവിശ്വാസമായിട്ടല്ലോ ചേട്ടാ. ഇതൊന്നും അന്ധവിശ്വാസമല്ല ഏട്ടാ. ഇത് ഈ ലോകത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി അതേപോലെ തന്നെ ഉണ്ട്. മനസ്സിലായ? പഴയ ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യണത് വെറുതെ ഒന്നല്ല. എല്ലാത്തിനും പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ട്. മനസ്സിലായ? നമ്മ ഈ നെഗറ്റീവ് എനർജിനെ കത്തിച്ച് കളയണ അതാണ്. പിന്നെ നീ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി തരാവോ? എന്നെ കൊണ്ട് ഇപ്പൊ പറ്റൂല കേട്ടോ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയും കൂടി ഉള്ളത്. ഇത് കഴിച്ചിട്ട് വെച്ച് രണ്ടു കിടക്കാൻ പോണി. വേണ്ട, എനിക്കറിയാം ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഉണ്ടായിക്കോളാം. ഇത് ഇറങ്ങൂല, ഞാൻ ഉണ്ടായിക്കോളാം. ആ സൂപ്പിന്റെ കൂട്ടെന്ന് പറഞ്ഞാടി. ഇത്ര കൂട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും പറഞ്ഞ ശരിയായിരിക്കൂ. ഒന്ന് ഒഴിഞ്ഞു നോക്കാം, ആരറിയാൻ. എല്ലാ ദുഷ്ടദോഷങ്ങളും പോട്ടെ, എല്ലാ ദുഷ്ടശക്തികളും പോട്ടെ. കഴിഞ്ഞ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ. ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണ മുമ്പ് ഇങ്ങനെ 3 പ്രാവശ്യം കാണിക്കുന്നത് നല്ലതല്ലേ? ശരിയാ. അല്ലേ അത് കത്തിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു. Ma pa da